എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ളൊരു ചില്ലി ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നല്ല കോളിഫ്ലവർ നോക്കി വാങ്ങണം. നല്ല ഇങ്ങനെ മുട്ടുമാതിരി ഉണ്ടാവണം ആ പൂവ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ കഷ്ണമാക്കിയിട്ട് എല്ലാവർക്കും അറിയും, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്, അറിയും. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യാം. അതിൻ്റെ അടിയിലത്തെ അടിവശമൊക്കെ കളഞ്ഞ് കറക്റ്റാണ് നല്ല നോക്കിയിട്ട് നമുക്ക് ചില്ലിക്ക് എങ്ങനെ വേണം അതേമാതിരി നമുക്ക് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക, നുറുക്കിയെടുക്കാം. അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചേക്കണം. ഒരു അരമണിക്കൂർ നല്ല തിളച്ച വെള്ളം തന്നെ വേണം, നിർബന്ധമാണ്. നല്ല തിളച്ച വെള്ളം മുക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചൊരു അരമണിക്കൂർ അതിന് ഇരിക്കട്ടെ. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആ വെള്ളമൊക്കെ നല്ല 2-3 പ്രാവശ്യം നല്ല കഴുകി എടുത്തു. അതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു മുട്ട, കോൺഫ്ലവറും മൈദി 4 സ്പൂണ്, കുറച്ച് വെള്ളം തളിച്ച് നല്ല മിക്സാക്കുക. ഒരു മുട്ട ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊണ്ട് 1 സ്പൂൺ നല്ലണം ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ പൊടി 4 സ്പൂണ്, 3 സ്പൂൺ മതി, 3 സ്പൂൺ മൈദാപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയേ വേണ്ടുള്ളൂ. ഉപ്പും നല്ല മിക്സാക്കി വെച്ചു. നമുക്കിനി വറുത്ത് കോരാം. പെട്ടെന്നാവും, ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവർക്കും അറിയും, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാനെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതൊന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു, ഓയിൽ ഒഴിച്ച് ചൂടായി. നല്ല ഇട്ട് വിടുമ്പോൾ ഇളക്കാൻ പാടില്ല. കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി തിരിച്ച് മറിച്ച് ഇളക്കി കൊടുത്തിട്ട് നല്ല മൊരിച്ച് കോരാം. അങ്ങനെ അടിപൊളി ടേസ്റ്റായ നമ്മുടെ കോളിഫ്ലവർ ചില്ലി സെറ്റ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. ടേസ്റ്റാണ്. അത്ര വലിയ പണിയൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വാങ്ങി കഴിക്കണേന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക, ഒന്ന് മാറ്റി പിടിക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റായ സൂപ്പർ ടേസ്റ്റായ നമ്മുടെ ചില്ലി റെഡിയായി. കുറച്ച് സമയമെടുത്ത് വറുത്ത് കോരണം, എല്ലാം ആവുള്ളൂ. പൂവല്ലേ, അപ്പം അങ്ങനെ നല്ല കളറൊക്കെ മാറി വരും. നല്ല അടിപൊളി ടേസ്റ്റായ നമ്മുടെ കോളിഫ്ലവർ ചില്ലി റെഡി. ചോറിനും ചായയ്ക്കും ചുമ്മാ കഴിക്കാനും കൊടുത്തുവിടാനും ഒക്കെ എല്ലാറ്റിനും പറ്റും. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും വീണ്ടും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ആദ്യ പ്രാവശ്യം ട്രിപ്പിട്ട് വറുത്തു, പിന്നെ 2ാമത്തെ പ്രാവശ്യമാണ് ക്ലീൻ ചെയ്ത് അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ ഒരു പൂവ്. അങ്ങനെ അടിപൊളി ടേസ്റ്റായി നമ്മുടെ ചില്ലി റെഡി. ഞാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. മഴയൊക്കെ പെയ്യല്ലേ ഇടയ്ക്കൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. ഉണ്ടാക്കാത്ര ഉണ്ടാക്കി കഴിച്ച് നോക്കി, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. വീണ്ടും കാണാം. ബൈ ബൈ.